ഗൈസ് ഇന്നൊരു വെറൈറ്റിക്ക് ഞാനല്ല തുടക്കത്തിൽ വന്നിട്ടുള്ളത്, എൻ്റെ ഫാമിലി എത്തിയെന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിന്ന് വന്ന ദിവസം തന്നെ അവർ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇവിടെയുള്ള പാണ്ട ഹൗസിൽ പോവുകയാണ്. ഞാൻ അൽക്കോറിൽ വന്നിട്ട് ഇപ്പോൾ 1 മന്ത് ആവും കേട്ടോ. പക്ഷേ ഞാൻ ഇതുവരെ പാണ്ട ഹൗസിൽ പോയില്ല. നമ്മൾ പോകണമെന്ന് വിചാരിക്കും, പക്ഷേ പോകാൻ പറ്റാറില്ല. പോകാനുള്ള സമയം കിട്ടാറില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ടൊക്കെ മിക്കവാറും ദോഹയിൽ തന്നെയാണ്. നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഇന്ന് ഫാമിലിയെയും കൂട്ടിക്കൊണ്ട് നമ്മളത് പാണ്ട ഹൗസിൽ പാണ്ടകളെ കാണാൻ വേണ്ടി പോവുകയാണ്. പാണ്ടയെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ 2 പാണ്ട ഉണ്ട് കേട്ടോ. ഇത് അൽക്കോറിലാണ്. അപ്പോൾ അൽക്കോറിൽ താമസിക്കുന്നവർക്കൊക്കെ അടുത്താണ്. ഒരു 10 to 15 മിനിറ്റ്സ് ട്രാവൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എംബ്രു അതാ നല്ല ഹാപ്പി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. സുന്ദരനായിട്ട്, തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് വിൻ്റർ ഡ്രസ്സൊക്കെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു 2 മണിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ മാക്സിമം മോർണിംഗ് അങ്ങനെ പോകാൻ നോക്കുക. ടൈമുണ്ട്, ഒരു 5 മണിക്കുള്ളിൽ നിങ്ങൾ എത്തിയിരിക്കണം കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് മൊബൈൽ ആപ്പ് വഴി ഇവരുടെ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. ഒരാൾക്ക് 50 ആണ്, പെർ ഹെഡ് 50 QAR ആണ്. നമുക്ക് അവിടെ നിൽക്കാം, എത്ര സമയം വേണമെങ്കിലും നിൽക്കാം. നല്ല രസമുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല. അവിടുത്തെ ആംബിയൻസും കൊള്ളാം, പുറത്തുള്ള ആംബിയൻസും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. പാണ്ടയുടെ ആ കാൽപാദം തന്നെയാണ് കാറ് പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കണ്ടത്, പ്രിൻ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ കുറേ സ്റ്റാച്യു പാണ്ടകളൊക്കെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ കയറുന്ന സമയത്ത് ഇവിടെ നല്ല പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ വ്യൂ ഒരു രക്ഷയില്ല. ഇവിടെ ആ പാണ്ട ഹൗസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്ത്, ഞാനിവിടെ അതുകൊണ്ട് വീഡിയോ എടുക്കുകയാണ്, നല്ല വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ടേ, വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ വിൻ്റർ സമയമൊക്കെ ആകുമ്പോൾ പിന്നെ പൂക്കളൊക്കെ പുറത്തൊക്കെ കാണാം നമുക്കിവിടെ. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറാണ്. അവരുടെ പാണ്ട ഇട്ടേക്കുന്ന ആ ഒരു വീടില്ലേ, ആ ഒരു ഹൗസ് തന്നെ കാണാൻ നല്ല ഷേപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതാ ആയി കാണുന്നില്ലേ, അതാണ് കേട്ടോ. അതിൻ്റെ അകത്താണ് പാണ്ടകൾ, അതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൊണ്ട് നടന്ന് ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഫസ്റ്റ് കയറി വന്നപ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ സെക്യൂരിറ്റി ടിക്കറ്റിൻ്റെ കൗണ്ടറിൽ അവിടെ പോയി ടിക്കറ്റ് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നതെന്നുള്ളതേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയയാണ് കേട്ടോ. പിന്നെ ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അപ്പുറത്തെ ഗേറ്റാണ്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇപ്പം നമ്മൾ ലേറ്റ് 5 മണിയാകുമ്പോൾ അത് ക്ലോസ്. അപ്പോൾ നമുക്ക് പാണ്ടയെ കാണണം, അതാണ് നമ്മുടെ എയിം. അതുകൊണ്ട് പാണ്ട ഹൗസിൽ മാത്രമേ ഇപ്പോൾ കയറിയിട്ടുള്ളൂ. ഇനി വേറൊരു ദിവസം വരണം. എനിക്ക് ഈ ഏരിയയാണ് നല്ല ഇഷ്ടപ്പെട്ടത്. ഇവിടെ നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെയാണ് ഫ്രണ്ടിൽ കൂടെ പോകുന്ന സമയത്ത് ഞാൻ റീക്കാരെ പറയണേ, ലവ് വൈ റീക്ക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ റീക്ക വെച്ച ലവ് നിങ്ങൾ കണ്ടില്ലേ, ഹാഫ് ലവ് തിരിച്ചു വെച്ചേക്കുന്നു. പിന്നെ ഞാൻ നേരെ വൈ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മളിതാ അകത്തെത്തിയിട്ട് ഉണ്ട്. ഇതാ ഇവിടെ ഒരു പാണ്ടക്കുട്ടിയുണ്ട്, 2 പേരുണ്ട് കേട്ടോ. ഒരു ഫീമെയിലും ഒരു മെയിലും ആണുള്ളത്. ഇത് ഫീമെയിലാണ്. പുള്ളിക്കാരിക്ക് നല്ല തുടിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഈ ഫീമെയിൽ പാണ്ടയെ കാണാനാണ് നല്ല രസം. കാരണം നല്ല ആക്റ്റീവായിട്ടുള്ളത് ഈ ഒരു പാണ്ടയായിരുന്നു കേട്ടോ. നല്ല എപ്പോഴും കളിക്കുന്നു. ആദ്യം നമ്മൾ വന്ന ഉടൻ തന്നെ നമ്മൾ കണ്ട കാഴ്ച മരത്തിൽ കയറി ഇങ്ങ് നിൽക്കുന്നതാണ് കേട്ടോ, മരത്തിൽ പിടിച്ചിട്ട് നിൽക്കുന്ന. പിന്നെ ഇവിടെ നിന്ന് കളിക്കുന്ന, ഇത് തന്നെ പ്ലേ ഏരിയ ആണ്, ഇവിടെ നിന്നാണ് കളിക്കുന്നത്. അവർ കിടക്കുന്നതൊക്കെ വേറെ സ്ഥലമൊന്നും അല്ല, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവൻ ദാ ഇലയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ ആദ്യമേ അങ്ങ് കളിച്ച് തളർന്നതായിരിക്കും, അതുകൊണ്ട് വിശപ്പ് മാറ്റാമെന്നായിരിക്കും വന്നതാൾ. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഈ ഒരു ഗ്ലാസ്സിലാണ് അടച്ചിട്ടേക്കുന്നത്. ഇവർക്ക് തണുപ്പാണല്ലോ വേണ്ടത്. AC ആണ്, ഫുൾ AC. അതുപോലെ പുറത്ത് നല്ല AC ഉണ്ടായിരുന്നു. നമ്മൾ നല്ല തണുത്ത് കൈയൊക്കെ നല്ല ചില്ലായിപ്പോയി കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈ ഗ്ലാസ് ഹൗസാണ്, ഫുൾ ഗ്ലാസ് ഇട്ട് അടച്ചിട്ടേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെയൊക്കെ പോയി നമുക്ക് താഴോട്ടൊക്കെ പോയി നിൽക്കാം. ഇവർ ഈ പാണ്ടകൾ ഈ ഗ്ലാസിൻ്റെ അടുത്തൊക്കെ വരും കേട്ടോ, അവിടെയൊക്കെ നിന്ന് കളിക്കും. ക്യൂട്ടായിട്ടുള്ള കാര്യം ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നല്ല രസമുണ്ട്. പിന്നെ ഇവരെ ഇതിൻ്റെ അകത്ത് തന്നെ കിളികളുണ്ട് കേട്ടോ, കുഞ്ഞു ബേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ബേർഡ്സാണ് കാണിച്ച് തന്നത് നിങ്ങൾക്ക്. അപ്പോൾ നമുക്കിപ്പം ദൂരെ ഇരുന്നേ കാണാൻ പറ്റുള്ളൂ. പുള്ളിക്കാരൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇനി കഴിച്ചതിന് ശേഷം നല്ല ആക്റ്റീവാകും കേട്ടോ. അങ്ങനെ ഇതാ ആൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തുടി കാണിക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അങ്ങോട്ട് കളിയാണ്. അപ്പം ഇവർക്ക് അതല്ല, നല്ല രസമാണ്. അതാ ഈ മരത്തിൽ നിന്ന് നോക്കുന്നുണ്ട, ഇങ്ങനെ നിന്ന് കാണാനൊക്കെ നല്ല രസമുണ്ട്. എനിക്കാണെങ്കിൽ കണ്ടിട്ട് പാണ്ടയുടെ അടുത്ത് പോയി പാണ്ടയെ ഒന്ന് എടുക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു
പ്രത്യേക രീതിയിലാണ് കളിക്കുന്നത് ഈ മൃഗം എന്ന് പറയുന്നത്. അതായത് ഈ പാണ്ട എന്താണ് ബോൾ ഉരുണ്ട് പോണ പോലെ ഉരുണ്ട് ചാടിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അങ്ങ് അറ്റത്ത് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലെ കൂടെ അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞു വന്നപ്പോൾ ഇല്ല കേട്ടോ. ഇതാണ് ഈ പാണ്ട കിടക്കുന്ന സ്ഥലം. ഈ ഫീമെയിൽ പാണ്ട ഇതിൻ്റെ അകത്താണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാണ്ടയും സത്യം പറഞ്ഞാൽ കളിച്ച് തളർന്ന് ഇതിൻ്റെ അകത്ത് കയറാനുള്ള കഷ്ടപ്പാടിലാണ്. ഇനി ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട പാണ്ടയല്ല കേട്ടോ. ഇത് രണ്ടാമത്തെ ആളാണ്. നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു പോകുമ്പം വേറൊരു പാണ്ടയുണ്ട്. ഇവൻ കുറച്ചും കൂടെ ബിഗ്ഗാണ് കേട്ടോ, നല്ല സൈസ് ഉണ്ട്. ഇവൻ മെയിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ കഴിക്കുന്നത് മുളയാണ്. ബാമ്പു ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ ഇലയും കഴിക്കുന്നുണ്ട്. ബാമ്പു അതിൻ്റെ ഇലയാണോ എന്തോ, ബാമ്പു ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അവനെ ഇനി ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വന്നപ്പോൾ ഈ ഫീമെയിൽ പാണ്ട വീണ്ടും കളിക്കുന്നതൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ച് ക്ലോസപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. പാണ്ടയൊക്കെ നമുക്ക് ഇങ്ങനെയല്ലേ വീഡിയോയിലെങ്കിലും കാണാൻ പറ്റുമല്ലോ. അടുത്തൊക്കെ വന്ന് ഇങ്ങോട്ട് കണ്ട ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല ക്യൂട്ട്. നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. ഇവിടെ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇനിയും പോകണമെന്നേ ഉള്ളൂ അത്രയ്ക്ക്. പിന്നെ ഇവർ ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ കയറുമ്പോൾ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഫോട്ടോ ഫ്ലാഷ് പാടില്ല, സൗണ്ട് പാടില്ല എന്നൊക്കെ. ഇപ്പോൾ അടുത്ത് ഞാൻ ക്ലോസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്ക്, നല്ല രസമുണ്ടല്ലേ, ക്യൂട്ട്. അയ്യോ, എനിക്കാണെങ്കിൽ ഇരിക്കുന്നത് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. വന്നിട്ടിങ്ങനെ പെട്ടെന്ന് ഇരുന്ന് കളയും കേട്ടോ. ഇരിക്കുമ്പോൾ നമുക്കങ്ങ് കെട്ടി പിടിക്കാൻ തോന്നും. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ കഴിച്ച് തളർന്ന് കളിച്ച് തളർന്ന് കേട്ടാ. റെസ്റ്റ് എടുക്കുകയാണ്. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് ബാക്കി ഓട്ടവും ചാട്ടവും ഒക്കെ. ഇവർക്ക് കണ്ടില്ലേ, സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടേ. ബോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിനി മുകളിലോട്ട് പോകണം. മുകളിലും പോയി നിന്ന് നോക്കാം കേട്ടോ. മുകളിൽ അതുപോലെ കിഡ്സ് ഏരിയയൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ലോഞ്ച് പോലെയൊക്കെ ഉണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് ഹസ്ബൻഡിൻ്റെ ഉമ്മ അവിടെ ഇരുത്താമെന്ന് വിചാരിച്ചു. കുറച്ച് നടക്കാനുണ്ടല്ലോ, അപ്പോൾ നടന്ന് തളർന്നുകൊണ്ട് ഇവരുണ്ടോ, വഴി വെട്ടിത്തെളിച്ചാണ് നടക്കുന്നത്. ഇവർക്കൊരു ഏരിയ, അപ്പോൾ അതൊരു വഴി തന്നെ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കിഡ്സ് ഏരിയ ആണ് കേട്ടോ. കിഡ്സിന് അവിടെ പോയി പാണ്ടയുടെ പടമൊക്കെ വരച്ച് അങ്ങനെ പെയിൻ്റൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ലിഫ്റ്റ് കയറിയാണ് നമ്മൾ മുകളിലോട്ട് വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ സെക്കൻഡ് കാണിച്ച മെയിൽ പാണ്ട. അവൻ വെള്ളം കുടിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ വെള്ളം കുടിക്കില്ല, അതുപോലെ വെള്ളം കുടിക്കാൻ കേട്ടോ. അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. പിന്നെ ഇവനെ നമ്മൾ ഇപ്പോൾ തന്നെ ഒരു 4, 4:30, 5 മണിയായി. അപ്പം അവർ നമ്മളാണെങ്കിൽ നമ്മളെപ്പോലെ തന്നെ നമ്മളാണെങ്കിൽ ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞാൽ കളിക്കാനൊക്കെ പുറത്തോട്ട് എന്നാൽ കുറച്ച് നേരം വീട്ടിലിരുന്ന് വിശ്രമിക്കണം എന്ന് വിചാരിക്കുന്നവരില്ലേ, അതുപോലെ തന്നെയാണല്ലേ മൃഗങ്ങളും. ഇവനും കുറേ നേരം ഇവർ കളിക്കുകയൊക്കെ ചെയ്ത് ഇവർ പുറത്ത് നിന്നിട്ട് തളർന്നുകൊണ്ട് വഴി കണ്ടില്ലേ, ഒരൊറ്റ വഴി വെട്ടിത്തെളിച്ചിട്ടുണ്ടല്ലോ അവർ തന്നെ. നടന്ന് അവിടെ വഴിയുണ്ട്. അതിൽ കൂടെ തന്നെ എപ്പോഴും പോകുന്നതും വരുന്നതും കേട്ടോ. അപ്പോൾ അതാണ് അവരുടെ ഡോർ, കാണുന്നില്ല ആ ഷേപ്പിൽ, അതാണ് അവരുടെ ഡോർ. അതിൽ കൂടെ അവർ കിടക്കുന്നിടത്ത് പോവാം കേട്ടോ. അപ്പോൾ ആള് അകത്ത് കയറാൻ വേണ്ടി നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. പള്ളി വന്ന് വെളിയിൽ എമ്മറു ഇവിടെ ഇരുന്ന് ബഹളമാണ് കേട്ടോ. എമ്മറുവിന് വേറെ എന്താണ് പണി, ഭയങ്കര സൗണ്ട് ഉണ്ടാക്കല് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇവിടെ സൗണ്ട് പാടില്ല, പാണ്ട സെൻസിറ്റീവാണ്. ഒരു സെക്യൂരിറ്റി വന്ന് പറഞ്ഞ് ബേബി സൗണ്ട് ഉണ്ടാക്കുന്ന പാണ്ട സെൻസിറ്റീവാണെന്ന്. പിന്നെ എന്തോന്നേ ഇവൻ്റെ എനിക്ക് അടച്ചു വെക്കാൻ പറ്റൂല. ഇവനാണെങ്കിൽ പുറത്ത് വന്നാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഹാപ്പി ആണെങ്കിൽ കുറച്ചും കൂടെ ബഹളം വയ്ക്കും. ഇപ്പോഴും നല്ല ബഹളം വയ്ക്കുന്നു. പിന്നെ ഉപ്പായും ഫാമിലി എല്ലാവരും കൂടെ കണ്ടപ്പോൾ അതിൻ്റെ സന്തോഷം വേറെ. വീട്ടിൽ നല്ല ബഹളമാണ്. നമുക്ക് വന്ന് ഇരുന്നത് കാണാൻ നല്ല രസമുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഇരുന്നപ്പോഴേ കുറച്ച് ഗുണ്ടല്ലേ, അപ്പോൾ നല്ല രസമുണ്ട്. എമ്പ്രോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയാണ് ആ പാണ്ടയെ. സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ വന്നാലും ശരി മിക്കവാറും ഇവരകത്ത് കയറ്റുന്നവരെ നമ്മൾ അവിടെ തന്നെ നിൽക്കും. കാരണം കണ്ടുകൊണ്ടേ ഇരിക്കും, ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ വരണില്ല, ഞാനാണെങ്കിൽ പുള്ളിക്കാരനെ നമുക്ക് പോവാം മതിയല്ലോ എന്ന് വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു 4-5 മണിയായപ്പോൾ അവരുടെ അകത്ത് അവർ കിടക്കുന്ന റൂമിലോട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി. പിന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് പാടായിരുന്നു, എല്ലാവരും വന്ന് നിൽപ്പുണ്ടായിരുന്നു, വലിയ തിരക്കില്ലായിരുന്നു. ഞാൻ എമ്മുറിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ അവനാണെങ്കിൽ താഴെ കയറിയിരിക്കുന്നു ഫോട്ടോ എടുക്കാൻ. ഇങ്ങനെ നല്ല ബഹളമായിരുന്നു അവനെ പാണ്ടയെ കണ്ടിട്ടേ. അങ്ങനെ നമ്മൾ പാണ്ടയൊക്കെ കണ്ടു. സത്യം പറയാമല്ലോ, നിങ്ങൾ ഖത്തറിൽ താമസിക്കുന്ന ഒരു വട്ടമെങ്കിലും പോയി കാണണം കേട്ടോ, നല്ല അടിപൊളിയാണ്, നമ്മൾ കണ്ടിരിക്കണം. പിന്നെ ഇവിടെ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഒരു ഷോപ്പ് നോക്കി വെച്ചിരുന്നു. പാണ്ടയെ കാണാൻ വന്നതല്ലേ, ഒരു പാണ്ടെങ്കിലും മേടിക്കണ്ടേ, എമ്മുറിന് മേടിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ആ പേരിൽ എനിക്ക് യൂസ് ചെയ്യാമല്ലോ, എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇതിപ്പോൾ പല റേറ്റിനുണ്ട് കേട്ടോ, 30, 80, 50 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ചുമ്മാ അവനെ ഇരുത്തി നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്. ഇത് നമുക്ക് കയറുമ്പം ഒരു ബേബിക്ക് ഇങ്ങനെ 1 hourൽ 30 റിയാലാണ് കേട്ടോ.
അങ്ങനെ നമുക്ക് ഇതിലിരുത്തി ബേബിയൊക്കെ കാണിച്ചു കൊടുക്കാം, അവർക്ക് പാണ്ടയൊക്കെ കാണാം. പിന്നെ ഇവനെ നമ്മൾ തോളിലിരുത്തിയാണ് ആൾ എല്ലാം നോക്കിയത്. പിന്നെ അവനൊരു ടെഡിന്ന് പാണ്ടക്കുട്ടിയെ മേടിച്ചു. അങ്ങനെ ഇവിടെ പുറത്ത് വരുമ്പം ഒരുപാട് പാണ്ടയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി കുറേ ഫോട്ടോഷൂട്ട് വീഡിയോയൊക്കെ അവനെയും അവൻ്റെ ഉപ്പായൊക്കെ വെച്ച് എടുത്തു. അങ്ങനെ 2 പാണ്ട ഉണ്ടായിരുന്ന ഒരു പാണ്ടയെ ഞാനങ്ങ് കവറിലാക്കി എടുത്തു ഗൈസ്. ചുമ്മാ കേട്ടോ. ഒരു പാണ്ടയുടെ ഇത് മേടിച്ചായിരുന്നു. അങ്ങനെ വീട്ടിലോട്ട് വരികയാണ്. അപ്പം ഇറങ്ങിയപ്പോൾ അവൻ നല്ല കരച്ചിലായി, അവന് വിശന്ന് ഉറക്കമുണ്ട്. അപ്പം ഒരു പഴമൊക്കെ കൊടുത്ത് ഇവിടെ പുറത്തിരുത്തി കൊടുത്തപ്പോൾ ആൾ ഹാപ്പിയായി. അപ്പം ഞാൻ ഉമ്മായി അവനെയും കൂടെ ഇവിടെ പോയി, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവിടെയാണ് ഇഷ്ടപ്പെട്ടതെന്ന്, ഇവിടെ പോയി നിൽക്ക്, ഞാൻ വീഡിയോ എടുക്കട്ടെ, ഫോട്ടോ എടുത്തുതരാമെന്നും പറഞ്ഞ് 2 പേരായിട്ട് പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. എനിക്ക് ഈ കാൽ പ്രിൻറ്റ്, അതായത് അവർ കാൽപാദങ്ങൾ ഇങ്ങനെ പ്രിൻറ്റ് കൊടുത്തേക്കുന്നത് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ കുറേ അതിലൂടെ നടന്ന് കളിച്ച് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അവൻ്റെ വാപ്പ വന്നപ്പോൾ മെമ്പർ ആ വാപ്പായി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു പോയി കുറേ നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ എൻ്റെ ഉമ്മയും വാപ്പയൊക്കെ നിർത്തി, അവർ വന്നതല്ലുള്ളൂ, അവരെ കുറച്ച് ഫോട്ടോസ് നമുക്ക് മുഖ്യമാണല്ലോ. അങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ കറങ്ങിപ്പെട്ടി നിൽക്കുന്ന വേറെ ഒന്നുമല്ല, എനിക്ക് ഇവിടെ ഈ ഏരിയ ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ വിലപ്പെട്ട കോമൻറ്റ് അറിയിക്കണേ. നമ്മളോട് എടുത്തിട്ട് ഒരു കറക്കങ്ങ് കറക്കി അത് ഞാൻ കാണിച്ചില്ല, ചെറിയൊരു ഇത് മാത്രമേ ക്ലിപ്പ് കാണിക്കുന്നുള്ളൂ. എപ്പോഴും ഉപ്പാടെ കയ്യിൽ ഇരിക്കുള്ളൂ കേട്ടോ. ഉപ്പാടത്ത് കയ്യിൽ തിരിച്ചു പോയിട്ടുണ്ട് വാപ്പാടത്ത്. കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് മടങ്ങിയാണ്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്തും ഇവിടെ പാണ്ടയുടെ സ്റ്റാച്ചു ഒക്കെ ഉള്ളതുകൊണ്ട് അവൻ അവിടെ ഇരുത്തി കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. എവിടെ നോക്കിയാലും പാണ്ട തന്നെ, പാണ്ടയുടെ ലൈറ്റും എല്ലാം ഉണ്ട്. പിന്നെ പുറത്ത് പാണ്ട ഹൗസ് ഈ കാണുന്ന എൻ്റെ വാപ്പാക്കാണെങ്കിൽ ഇവിടെ നിർത്തിയൊരു ഫോട്ടോ എടുത്ത് തരുമോ, ഈ വീഡിയോ എടുത്ത് തരുമോ, ഫ്രണ്ട്സിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. പിന്നെ എമ്രു ബഹളമായി. പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇനിയും നല്ല നല്ല ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരാം കേട്ടോ. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.